പ്രസിഡന്റുമാണ് ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനുമാണ്. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഞങ്ങളുടെ പ്രിയങ്കരിയായ സെക്രട്ടറി ശ്രീമതി അലി സി കാപ്പൻ. അടുത്തതായി നമ്മുടെ പ്രിയങ്കരിയായ കൗൺസിലർ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നേരത്തെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത CDS ചെയർപേഴ്സൺ വന്നിട്ടില്ല, ADS ചെയർപേഴ്സൺ വന്നിട്ടില്ല. അവർ വരുമ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ രതി വിനയൻ ADS ചെയർപേഴ്സൺ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം. താങ്ക് യു ഓൾ. ഞാൻ മൈക്ക് ഇനി സ്റ്റേജ് കൺട്രോൾ ചെയ്യുന്ന അധ്യക്ഷന്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കാം. ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുണേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം. നന്മകൾ മാത്രം തോന്നണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുണേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം. നന്മകൾ മാത്രം തോന്നണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുണേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. സീരിയസ് ആയിട്ട് പങ്കെടുക്കുകയും ഏറ്റവും കൂടുതൽ ചർച്ചയൊക്കെ ചെയ്യാനായിട്ട് ഞാൻ നടത്തുന്ന വ്യക്തി കൂടിയാണ്. പൂർണ്ണമായി ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ചിന്തക എന്ന് വേണ്ടി വിശേഷിപ്പിക്കാം. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യാൻ. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിത്വം കൂടി ഉണ്ട്. വി സുരേഷ് ആൻഡ് സുജ ഫാമിലി. അവരായിരുന്നു പ്രസിഡന്റ്. അവരൊരു ലോങ് ട്രിപ്പിലായതുകൊണ്ട്, ടൂറിലായതുകൊണ്ട് അവരുടെ അഭാവം നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അവരെയും പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. അടുത്ത നമ്മുടെ ശ്രീമതി കൗൺസിലർ സബിത. നമ്മുടെ ഈ വാർഡിൽ അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്, മനസ്സിലാക്കുന്നത്. നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട്. അതിൽ ഉയർന്നു വരുന്നൊരു താരം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്തത് ADS ആണ് ചെയർപേഴ്സൺ സുജിതയാണ്. നമ്മുടെ അയൽക്കത്തുള്ള ആളുകളാണ്. കുറേ നാളുകളായിട്ട് ഈ പ്രവൃത്തികളൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെ കൊണ്ടൊരു ഗൗരവമുള്ള പൊസിഷനിലായിരിക്കുന്നതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ വയോജന കൂട്ടായ്മയിലുള്ള പ്രത്യേകത, എല്ലാവരും അവരുടേത് ലോകത്തിൽ നിന്ന് ഇപ്പോഴാണ് ഒരു ഫ്രീ ലൈഫിലേക്കൊക്കെ വന്നത്. പക്ഷെ നിങ്ങളുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന കാര്യം ഞങ്ങൾക്ക് വലിയ രൂപമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ നിങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും പറയണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. കാരണം ഈ കുടുംബശ്രീ അങ്ങനെയൊക്കെയുള്ള മിഷനൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന, പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണത്തിലൊക്കെ, അതും സാമ്പത്തികമായ മേഖലകളിൽ കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിനൊക്കെ മേച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ വലിയ കഴിവ് തന്നെയാണ്. അതും പ്രത്യേകിച്ച് ഇങ്ങനെ സാമൂഹികമായ കാര്യത്തിൽ ഇടപെടാന്ന് പറയുന്നതും അതിനേക്കാൾ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ ADS സെക്രട്ടറി സാൽബി. രതിയോടൊപ്പം തന്നെ എപ്പോഴും കാണാറുണ്ട്. അവിടെയാണല്ലേ, മിനിമം സീറ്റല്ലേ നമുക്ക്. അപ്പോൾ സ്വാഗതം. ഈ പ്രവൃത്തികളിൽ വീണ്ടും വീണ്ടും പ്രവർത്തിക്കാനും അതിനുള്ള ഉത്തേജനം നമുക്ക് കിട്ടാന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഔത്സുക്യം ഇതൊക്കെയാണ്, സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. സ്വാഗതം. പിന്നെ നമ്മുടെ ADS വൈസ് ചെയർപേഴ്സൺ അജിത.
എനിക്ക് തോന്നുന്നത് അജിതയെ പോലീസുകാർക്ക് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ ആദ്യം മുതലേ ഇവിടെയുള്ള കാര്യങ്ങളിലെല്ലാം ഇത്ര കാര്യക്ഷമമായിട്ട് ഇടപെടുന്ന ഒരാളെ ആദ്യമായിട്ട് കാണുന്നത്, അതും ഇങ്ങനൊരു സ്ത്രീ ആയിരുന്നിട്ട് കൂടി. ഇവിടെ നമ്മൾ നടക്കുന്ന എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളിലും വാസ്തവം പറഞ്ഞാൽ ഈ വാർഡിൻ്റെയൊക്കെ ആ സ്പന്ദനം ഇവരറിയുന്നതെന്നുള്ളതാണ്. ഓരോ മരണവും ഓരോ അത്യാഹിതങ്ങളും ഓരോ സംഭവങ്ങളിലൊക്കെ അജിതയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ അജിത ഒന്നും പങ്കെടുക്കാത്ത ഒരു സംഭവമില്ല എന്നുള്ളതാണ്. അത്രമാത്രം ഇവർ നാടിൻ്റെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നു എന്നുള്ളത് വലിയ ഹൃദയാർദ്രമായ കാര്യമാണ്. നിറഞ്ഞ മനസ്സോടെ സ്വാഗതം പറയുന്നത്. അടുത്ത നമ്മുടെ അയലോക്ക കൂട്ടായ്മയാണ്. ഇതേപോലെ തന്നെ വയോജനങ്ങളുടെ കൂട്ടായ്മ ദീപം. ഈ ദീപം കൂട്ടായ്മ ഇങ്ങനെ നടക്കുന്ന കാര്യം നമ്മുടെ സെക്രട്ടറിയൊക്കെ നടന്നു പോയിട്ട് വരുമ്പോൾ കാണുന്നുണ്ട്. അപ്പം എന്നോടൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നുണ്ട്, നമുക്കും തുടങ്ങിയാൽ എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് മുമ്പേ നടന്ന ആളുകളാണ്, പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും അതിൽ വലിയ അറിവൊന്നും തന്നെ ഇല്ല. പ്രസിഡന്റ് റോസ്ലി പീറ്ററിനെ സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി സരസ്വതി. ഇവരൊക്കെ ഇത്രയും പ്രായത്തിലും ഇങ്ങനെയൊക്കെയുള്ള പദവികളൊക്കെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴൊക്കെ ഞങ്ങൾക്കൊക്കെ ലജ്ജയാണ്. കാരണം ആ ജോലി കഴിഞ്ഞിട്ട് വന്ന് ഈ വീടുകളിലൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് മാതൃക തന്നെയാണ്. അപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഞങ്ങളോട് പറയണം സമയം കിട്ടുമ്പോൾ. പിന്നെ നമ്മളുടെ NRA നമ്മളുടെ അസോസിയേഷനാണ്. വാസ്തവം പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ആദ്യം താമസമാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള കൂട്ടർ, അതായത് സെബാസ്റ്റ്യനും ദിവാകരനും എല്ലാം കൂടിയിട്ട് കോർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഗ്രൂപ്പ്, ചെറിയ ആ ഒരു സംഘടന രൂപീകരിച്ച് അതിൻ്റേത് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയ സമയത്താണ് ഞാനും വരുന്നത്. ആദ്യം സെബാസ്റ്റ്യൻ ഫാമിലി, അത് കഴിഞ്ഞ് ദിവാകരൻ ഫാമിലി, അത് കഴിഞ്ഞ് ഞാനൊക്കെ വന്നത്. അത് കഴിഞ്ഞ് പതുക്കെ കേൾക്കുന്ന കാര്യമാണ് ഇവിടെയുള്ള ചെറിയ റോഡിൻ്റെ വികസനവും മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും കൂട്ടായ്മ നല്ലത് തന്നെയാണ്. അപ്പം ആദ്യത്തെ ആ കൂട്ടായ്മയൊക്കെ തയ്യാറാക്കി അതിനുവേണ്ടി എന്തോരം പ്രയത്നിച്ചിരിക്കുന്നു അറിയാം. അവർ ഒറ്റയ്ക്കാണല്ലോ, വേറെ ആദ്യം വരുന്നില്ല. പിന്നെ ഓരോരുത്തർ വിജയകുമാർ രാജേഷനൊക്കെ വന്നിട്ടാണ് ഇത്രയും ഒരു ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പം ഇതിനു മുമ്പേ നോക്കിക്കഴിഞ്ഞപ്പോൾ നന്നപ്പള്ളി എന്ന് പറയുന്നത് ഒരു വലിയ മരമാതിരി നിലനിൽക്കുകയാണ്. മുമ്പേ തന്നെ പ്രവർത്തിച്ച് അംബിക ടീച്ചർ, സോമൻ ചേട്ടൻ, അതുമാതിരി സന്തോഷ്, അങ്ങനെയൊക്കെയുള്ള ആ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് അപ്പം അത് മാതൃകയ്ക്ക് പിന്നെ അതോട് ചേർന്ന് അന്നപ്പള്ളി ശരിക്കും ഒരു റെസ്റ്റോറൻസിൻ്റെ ആ എല്ലാ പക്വതയിലേക്ക് എത്തിയത് അതിനുശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യകാല പ്രവർത്തനങ്ങളോട് ഇന്നും നിലനിൽക്കുന്ന പ്രസിഡന്റ് സോമൻ ചേട്ടൻ സ്വാഗതം. സെക്രട്ടറി അത് സോമൻ തന്നെയാണ്. നല്ലൊരു അനുഗ്രഹീത പാട്ടുകാരനാണ്. നമുക്ക് നല്ല പാട്ടുപാടിയൊക്കെ സഹായിക്കും. റിട്ടയർഡ് ബാങ്ക് എംപ്ലോയീസാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ആ അനുഭവ കാര്യങ്ങളെല്ലാം നമുക്കൂടി പങ്കുവയ്ക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുന്നു. സെക്രട്ടറിയേറ്റ് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാഗതം സോമൻ. ഇനി നമ്മളുടെ സെക്രട്ടറിയാണ് ആലീസ്. ആദ്യം മുതലേ ഇതിൻ്റെ കൂടെ നിൽക്കുക, നല്ലൊരു സെക്രട്ടറിയായിട്ട് എപ്പോഴും ചിരിക്കുന്ന മുഖമായിട്ട് ഇത്രയും ഊർജ്ജസ്വലമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കൗതുകമാണ്. എല്ലാ കാര്യങ്ങളും വളരെ മുമ്പേ തന്നെ നമ്മളൊക്കെ അത് പിന്നെയാവാം എന്നൊക്കെ വിചാരിച്ചെന്നുണ്ടെങ്കിലും ആലീസ് എല്ലാം കൃത്യം തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഈ വാർഷികം വരെ എത്തി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. സെക്രട്ടറിക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം. പിന്നെ ഇങ്ങനെ ഒരു സദസ്സിനെ കിട്ടിക്കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, നമുക്ക് നമ്മുടെ CDS ഒക്കെ വരാനുണ്ടല്ലോ. പൊതുവെ ഞാൻ ഏത് മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഓരോ മീറ്റിങ്ങിലും ധാരാളം പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവെ ഞങ്ങൾ ഈ വയസ്സൻ ക്ലബിൻ്റെ അല്ലെങ്കിൽ വയസ്സ് ആളുകളുടെ ഒരു പ്രത്യേകത ഞാൻ പലപ്പോഴും പറയും, ആരോഗ്യകാര്യത്തെക്കുറിച്ചൊക്കെ കൂടുതൽ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ നോക്കാനുള്ളത്, ഇങ്ങനെയൊക്കെയാണ് പോയാൽ പോരെ എന്നൊരു ലാഘവബുദ്ധിയോടെയാണ് അതിനെപ്പറ്റി കാണുന്നത്. പക്ഷെ അത് പോരാ. കുറെ കൂടി നല്ല എന്താ പറയുക എത്രമാത്രം കാര്യമാത്രമായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാനും കൊണ്ടു നടക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ
എല്ലാവരും 100 വർഷമോ 150 വർഷമൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളെ കൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാറില്ല എന്ന് മാത്രം. പൊതുവെ പറയുമ്പോൾ ലാഘവത്വം കാണിക്കുമെന്നുണ്ടെങ്കിലും അത് നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. പക്ഷെ അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഖേദകരമായ ഒരു കാര്യം. ഇപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും പരിഗണിക്കേണ്ടതും കൊണ്ടു നടക്കേണ്ടതും നമ്മളുടെ ശരീരം തന്നെയാണ്. നമ്മളുടെ ആത്മസഖി നമ്മളുടെ ശരീരം തന്നെയാണ്. ഈ ശരീരത്തെ നമ്മൾ നോക്കാനായിട്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ശരീരത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ 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 ഓരോരോ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലും എന്നുള്ളതാണ്. അതിനെ എന്തുകൊണ്ട് നമ്മൾ അവഗണിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും ചെയ്യരുത് എന്ന് പറയുന്നിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഭഗവത്ഗീതയിലെ ഒരു ഭാഗം പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ കാണുന്ന, മഹാഭാരതത്തിലാണ്, ഭൂമിയിൽ കാണുന്ന അത്ഭുതം എന്താണെന്നൊരു ചോദ്യത്തിന് യുധിഷ്ഠിരൻ പറയുന്നൊരു മറുപടി, ലോകത്ത് മനുഷ്യന് ചുറ്റും മരണം പല വേഷങ്ങളിൽ എന്നും നൃത്തമാടുന്നത് കണ്ടിട്ടും ഒരാളും അങ്ങനെ ഒരു സംഭവം എനിക്കില്ല എന്ന് കരുതുന്നു, അല്ലെങ്കിൽ എനിക്ക് മരണമില്ല എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മരണത്തിന് അതീതമാണെന്ന് വിചാരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യരുടെ ഉള്ളിലെ അത്ഭുതം. അപ്പൊ ആദ്യം എനിക്ക് തോന്നി ഇതെന്ത് അത്ഭുതമാണ്, ഇതിലെന്ത് കാര്യമായിരിക്കുന്നു. പക്ഷേ പിന്നീടുള്ള എൻ്റെ എല്ലാ അന്വേഷണങ്ങളിലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അത് അത്ഭുതം തന്നെയാണ്. ഒരാളും എനിക്ക് മരണമുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ സഹജമായ ഒരു പ്രത്യേകത ആയിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യർ അങ്ങനെ ആയിരിക്കാം എന്ന് കരുതുന്നു. കാരണം ഇത്രയധികം മയക്കുമരുന്നിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇല്ലേ, എന്തോരം മയക്കുമരുന്നുകൾ ഇത്രയും വിഷലിത്വവും മനുഷ്യനെ എല്ലാ വിധത്തിലും ദോഷകരമായി ബാധിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ചെറുപ്പക്കാർ തന്നെയാണ് കൂടുതലും പോയിപ്പെടുക. അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മളെ പോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കഴിവില്ലേ, മനസ്സില്ലേ? ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അതൊന്നും അവരെ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല, അവരുടെ പ്രവൃത്തികൾ അത് വരുന്നില്ല എന്നുള്ളതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഈഗോ തന്നെയാണ്. ഞാൻ ഇതൊന്നും ബാധിക്കുന്നില്ല, ഇതൊന്നും ബാധിക്കാത്ത ഒരു ജന്മമാണ് എൻ്റേത്, എനിക്ക് ഇതൊന്നും ബാധകമല്ല, ഞാൻ വളരെ ഉന്നതനാണ്, വലിയവനാണ് എന്നൊക്കെ ഉള്ളൊരു മിഥ്യാധാരണ തന്നെയാണ്. അത് മിഥ്യാധാരണ എന്താണെന്ന് വെച്ചാല് മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഉടനെ തന്നെ അതിന്റെ ഫലം കാണിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫലം കാണിക്കും. ശരീരത്തിലെ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്തു കഴിഞ്ഞാല് ശരീരഭാവം ഇതെല്ലാം സഹിക്കാൻ വിധിക്കപ്പെടുന്ന ഒരു സംഭവമാണ് അല്ലേ. വീട്ടിലെ സ്ത്രീകളുടെ മാതിരി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാം ആദ്യം അമ്മമാരിലും സ്ത്രീകളിലും വരുന്നത്. അതേമാതിരി നമ്മൾ ചെയ്യുന്ന ഓരോ ദ്രോഹത്തിന്റെ ആദ്യത്തെ ഇര നമ്മുടെ ശരീരം തന്നെയാണ്. അപ്പൊ ഈ ശരീരത്തെ അത്രയ്ക്ക് നിഷ്കരണം ഉപേക്ഷിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ തള്ളിക്കളയുന്ന വിധത്തിൽ ആളുകൾ എന്തുകൊണ്ട് പെരുമാറുന്നു എന്നുള്ളത് എനിക്ക് വലിയ ചോദ്യം തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ ജോലിയെ സംബന്ധിച്ചിട്ട് ജോലി സമയത്ത് ധാരാളം ആത്മഹത്യകളെ കാണുമ്പോൾ എനിക്കത് പിന്നെ എൻ്റെ ജോലി തന്നെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മനഃശാസ്ത്ര ഭാഗങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് മനസ്സിലായ കാര്യമാണ്, ഈ ശരീരം എന്ന് പറയുന്നത് സ്മരണയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എനിക്കതുകൊണ്ട് അതിശയിക്കേണ്ട കാര്യമാണ്. ശരീരം സ്മരണയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ നമുക്ക് വിസ്മരിക്കാം. എൻ്റെ ശരീരത്തെ കുറിച്ച് ഞാൻ ഓർമ്മിക്കുമ്പോൾ ശരീരമുണ്ട്, അതെല്ലാ സമയങ്ങളിൽ ശരീരമില്ല, മനസ്സ് മാത്രമാണ്. ഈ മനസ്സ് ധാരാളം വിഷയങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ മനസ്സിനെ മനസ്സിലാക്കാനോ മനസ്സിനകത്തുള്ള ഈ പോരായ്മ തിരിച്ചറിയാനുള്ള യാതൊരു കഴിവില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് കൂടി കടന്നു. എന്താണ് മെഡിറ്റേഷൻ, എന്തിനാണ് മെഡിറ്റേഷൻ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ മെഡിറ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയ കാര്യം നമുക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും കടന്നു പോകേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വര വരയ്ക്കുക, ഒരു രേഖ. അപ്പൊ ആ രേഖയ്ക്ക് ഇങ്ങനെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലേ, ഒരു രേഖ 2 പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവുക, 2 പോയിന്റ്സ്. ജീവിതത്തെ മുഴുവൻ നമുക്ക് അതിലൂടെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഞാൻ ചുരുക്കി പറയാം, അത് നീട്ടുന്നൊന്നുമില്ല. അതായത് ജീവിതം ഒരു നേർരേഖ പോലെ നീണ്ടുപോകുന്നു എന്ന് ഒരു ഭാഗം. അതിൽ ആദ്യത്തെ പോയിന്റ് ജനനം, രണ്ടാമത്തെ പോയിന്റ് മരണം. അപ്പൊ ഈ ജനനത്തിന് മുമ്പും ഒരു ജീവിതം ഉണ്ടായിരുന്നു, മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട് എന്നാണ് വേദാന്തങ്ങളൊക്കെ പറയുന്നത്.
ജന്മത്തിന് മുമ്പുള്ളതിന് സഞ്ചിത കർമ്മങ്ങൾ, ഈ സമയത്തുള്ളത് പ്രാരാബ്ധം, അതിനുശേഷമുള്ളത് ആഗാമി എന്ന് പറയും. അപ്പൊ ഈ ജന്മത്തിന് മുമ്പുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ, മരണശേഷമുള്ള കാര്യം അറിഞ്ഞുകൂടാ. പക്ഷെ ഈ പ്രാരാബ്ധം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നുള്ള പ്രവൃത്തികളും ഇന്നുള്ള കാര്യങ്ങളാണ് നാളെ നമ്മൾ തീരുമാനിക്കുന്നത്, ഇല്ലേ? അത് അടുത്ത ജന്മത്തിലേക്കൊന്നും പോകണ്ട, നാളത്തെ കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും നമുക്ക് നിശ്ചയിക്കാമല്ലോ, അല്ലേ? ഇന്നത്തെ എന്റെ കടം നാളെ മാറാൻ പോകുന്നില്ല, അത് നിലനിൽക്കുക തന്നെ ചെയ്യും, കടം കൂടുക തന്നെ ചെയ്യും. അപ്പൊ ഇന്ന് ചെയ്യുന്ന നല്ല കാര്യങ്ങളും നല്ല പ്രവൃത്തികളും സ്വാഭാവികമായിട്ടും ഇന്നലെകളെ നാളെകളെ നമ്മളെ സ്വാധീനിക്കും. ഇത് പറയാനുള്ള ഒരു കാരണം, ഈ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സെന്റൻസ് തന്നെ ഉള്ളത് ഞെട്ടിപ്പിച്ചതാണ്. മനസ്സുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു, ധാരാളം കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ധാരാളം കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അതൊന്നും സംഭവിക്കാറില്ല. ആഗ്രഹിക്കുന്നതല്ല, സംഭവിക്കുന്നില്ല. പക്ഷേ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കുകയും കൂടി ചെയ്യുന്നു, ഇല്ലേ? എല്ലാവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്. ആഗ്രഹിക്കാത്ത പലതും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിന്റെ ആ നിയന്ത്രണത്തിൽ നമ്മളുടെ ഭാഗതയും ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണം നമ്മളെ സംബന്ധിച്ചു നമ്മുടെ പിന്നാലെ തന്നെ അതുണ്ടാവും. മോശം കാര്യം ചെയ്താൽ മോശം ഫലങ്ങൾ നമ്മളോടൊപ്പം തന്നെ വരും. ചീത്ത കാര്യങ്ങൾ അല്ല, നല്ല കാര്യങ്ങൾ ചെയ്താലും അതിന്റെ ഫലം നമ്മളെ തന്നെ തേടിയെത്തും. പക്ഷെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഒരാളും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉടനെ അതിന്റെ ഫലം തരുമെന്ന് പറയുന്നില്ല. കാരണം എന്താണ്? നമുക്ക് മുമ്പ് ഉണ്ടായിരിക്കുന്ന നമ്മളുടെ കടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലാഭങ്ങളോ നമ്മൾ തേടിയെത്തും എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ച് നല്ല പ്രവൃത്തികളായാലും അല്ലാത്തതായാലും അതിന്റെ ഫലം നമ്മളെ തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാമൂഹിക സേവനം, അമര്യാദ കാര്യങ്ങള്, നല്ല വ്യക്തികള്, നല്ല സ്വഭാവത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ചിന്ത പങ്കുവെച്ചത്, നാളെകളിൽ ഇങ്ങനെ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പോകാനുള്ള മനസ്സുണ്ടെങ്കിൽ അതിന് പോകണം എന്നുള്ള കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളം സെന്ററുകളൊക്കെ ഉണ്ട്. 10 ദിവസത്തെ കോഴ്സൊക്കെയാണ്, അതിൽ ഫ്രീ ആണ്. അത് പോയി കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വിടും. അവരെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരും, നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളെല്ലാം കുറഞ്ഞു വരും. നാളെകൾ നമ്മളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പൊ നമ്മളത് ഉച്ച കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിട്ട് കുറച്ച് മിക്കും 2 മണി 4 മണി 5 മണി 6 മണി രാത്രിയായി ദിവസം കഴിഞ്ഞു. അപ്പൊ ജീവിതത്തെ അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ ഇനി കുറച്ച് സമയങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ ആ സമയങ്ങളിൽ നല്ല നല്ല ചിന്തകളും നല്ല നല്ല പ്രവൃത്തികളും നിങ്ങളെ നയിക്കാൻ ഈ വാക്കുകൾ പ്രേരണമാകട്ടെ എന്ന് മാത്രമാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതായത് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹൃദയ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഈ സായാഹ്നത്തിൽ വളരെ സന്തോഷവും ഊർജ്ജസ്വലവുമായി നമ്മൾ ഒരു അയൽക്കൂട്ട കൂട്ടായ്മ ഇവിടെ കൂടുകയാണ്. എല്ലാവരുടെയും മുഖത്തും സന്തോഷമുണ്ട്. പിന്നെ ഒരു സൗഹൃദം നല്ലതാണ്, അത് സൗഹൃദ കൂട്ടായ്മ അതിലും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം നമ്മളുടെ മനസ്സിലേക്ക് കടത്തിവിട്ട ശ്രീ ആലിസി, ഞങ്ങളുടെ പ്രിയ സെക്രട്ടറി ആലിസി കാക്കനാടിനെയും ശ്രീ KM സെബാസ്റ്റ്യനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. പിന്നെ കൂടുതലായി നമുക്കിനി അനേകം പരിപാടികൾ ഇവിടെ നടത്താനുണ്ട്. നമ്മളുടെ സഹൃദയ അസോസിയേഷൻ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാമൂഹ്യ വികസനം. ഒരു സമൂഹത്തിൽ പല നിറക്കാരുണ്ട്, പല ആൾക്കാരുണ്ട്. ഇവരെയെല്ലാം സാമൂഹികമായും സാമ്പത്തികമായും ഉയർത്തുന്ന പല പദ്ധതികളും അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. പക്ഷെ നമ്മളുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥികളായ വ്യക്തിത്വങ്ങൾ CDS എത്തിയിട്ടില്ല. ശ്രീമതി നമ്മുടെ കൗൺസിലർ ശ്രീ സബിത ജയനും നമ്മുടെ ADS ചെയർപേഴ്സൺ രതി വിനയനും അതിനെപ്പറ്റി ആധികാരികമായിട്ടും പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി സീനിയർ സിറ്റിസിന് എന്താ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ അവരുടെ സംസാരത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം. പിന്നെ നമ്മളുടെ സൗഹൃദ കൂട്ടായ്മ ഇപ്പോൾ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. അതിൻ്റെ ഡെവലപ്പിങ്ങും ദൈനംദിന പരിപാടികളെ പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സൗഹൃദ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. പിന്നെ കഴിഞ്ഞിട്ട് ഉദ്ഘാടനം അനേക പരിപാടികളുണ്ട്. നമ്മളുടെ
ഞാൻ യാദൃച്ഛികമായിട്ട് ഈ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നതാണ്. നമ്മുടെ നിയുക്ത പ്രസിഡന്റായ വി സുരേഷ് കുടുംബാംഗവും ഒരു വിദേശ യാത്രയിലാണ്, അടുത്തൊന്നുമല്ല, അമേരിക്കയിലാണ്. അവർ ഇനി 2 മാസങ്ങളെ കഴിഞ്ഞേ വരുള്ളൂ. അവർ തന്നെ, സുരേഷ് തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് നമ്മുടെ ആനുവലിന്റെ കറക്റ്റ് ആ ഡേറ്റ് തന്നെ നടത്തണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുകയും പുള്ളി അവിടെ ഇരുന്നിട്ട് തന്നെ വാട്സാപ്പിൽ കൂടി നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ യാദൃച്ഛികമായിട്ട് എന്നെ ഈ സ്ഥാനത്തേക്ക് അവരോധിച്ച സൗഹൃദയ ഗ്രൂപ്പിനോടും ഞാൻ ഗ്രൂപ്പിന്റെ തീരുമാനത്തെ ഞാൻ അഭിനന്ദനത്തോടെ സ്മരിക്കുന്നു. പിന്നെ അടുത്തതായി ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, കാരണം നമുക്ക് അനേക പരിപാടികളുണ്ട്. നമ്മൾക്ക് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഈ സായാഹ്നത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സായസന്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയിക്കും. വയോജന അയൽക്കൂട്ടത്തിലെ അധ്യക്ഷൻ ശ്രീ K.A. വിജയകുമാർ സർ, ഇതിൻ്റെ സെക്രട്ടറി ശ്രീമതി ആലിസി കൽക്കനാട്ട്, നമ്മുടെ CDS ചെയർപേഴ്സൺ ഇവിടെ എത്തിയിട്ടില്ല, അതും തന്നെ എത്തുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ADS ചെയർപേഴ്സൺ രതി വിനയൻ, ഇവിടെ ബാക്കി ആശംസകൾ അറിയിക്കാൻ എത്തിയിരിക്കുന്ന നന്ദിപ്പള്ളി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സോമൻ ചേട്ടൻ, പ്രസിഡന്റും സോമൻ ചേട്ടൻ തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അസോസിയേഷൻ അംഗമായ അജിത ചേച്ചി, നമ്മുടെ വയോജന അയൽക്കൂട്ടം ഇവിടെ ഇതിപ്പോൾ ഉണ്ട്, അതിനു മുന്നേ തുടങ്ങിയ നമ്മുടെ ദീപം അയൽക്കൂട്ടത്തിലെ വയോജന അയൽക്കൂട്ടത്തിലെ ശാരദാമ്മ, റൗസിലി ചേച്ചി, മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ സഹൃദയ വയോജന അയൽക്കൂട്ടത്തിന്റെ ഈ 1ാം വാർഷികത്തിന് എന്നെ ക്ഷണിച്ചതിൽ ഏറെ സന്തോഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വാർഡിലെ 2 വയോജന അയൽക്കൂട്ടങ്ങളാണ് ഉള്ളത്, വയോജന കൂട്ടങ്ങളാണ് ഉള്ളത്. അതില് 2ാമത്തെ ഈ സഹൃദയ കൂട്ടം വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ആഘോഷത്തോടുകൂടി നടത്തി. എൻ്റെ ഒരു കാലഘട്ടം, ഈ കൗൺസിലറിന്റെ കാലഘട്ടം തീരാറായി. ഇനി ഒരു 3, 4, 5 മാസങ്ങളെ എനിക്ക് ഈ ഒരു കൗൺസിലർ എന്നുള്ള പദവിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഓണത്തിന്റെ പരിപാടികളൊക്കെ വരുന്നുണ്ട്, എന്നാലും ഈ ഒരു വയോജന കൂട്ടായ്മ കണ്ടതിൽ വളരെയേറെ സന്തോഷം. വേറൊന്നുമില്ല, നമുക്കറിയാം എല്ലാവരും വീടുകളിൽ ഒതുങ്ങി കൂടാൻ ശ്രമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ നിന്ന്, അതായത് 9 കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണിത്. അപ്പൊ അതിൽ നിന്നും കുടുംബത്തിലെ കുടുംബനാഥനും കുടുംബനാഥനും ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വരുമ്പോ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് കൂടാനായിട്ടുള്ള ഒരു നല്ലൊരു സന്ദർഭം ഇവിടെ വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബശ്രീ എന്നൊക്കെ പറയുമ്പോൾ പെണ്ണുങ്ങളുടെ മാത്രം ഒരു കൂട്ടായ്മയാണ്. അത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു കൂട്ടായ്മ തന്നെയാണ് കുടുംബശ്രീ. എങ്കിൽ പോലും വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരു കുടുംബശ്രീ കൂടുന്ന സമയത്ത് 10 പേരുണ്ടെങ്കിൽ അതിലൊരു 5 പേര് 6 പേരൊക്കെ കൂടുള്ളൂ. കാര്യം അന്വേഷിക്കുമ്പോൾ എന്താ വരാഞ്ഞ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും, എനിക്ക് വീട്ടിൽ നിന്ന് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വീട്ടിലുണ്ട് അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കളുണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതൊക്കെയാണ് ഓരോരോ കാരണങ്ങൾ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളിവിടെ കുടുംബത്തിൽ നിന്ന് 2 പേരും കൂടി ഒരു ഇടയ്ക്കൊരു കൂട്ടായ്മ കൂടുന്നു എന്ന് കേട്ടപ്പോ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ ആലോചിക്കായിരുന്നു, നമ്മുടെ കുടുംബശ്രീ സ്ത്രീകളുടെ ആണെങ്കിലും എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്. അവർക്ക് ചോദിക്കുക പറയുകയൊന്നും വേണ്ട, ഒരുമിച്ച് ഇങ്ങോട്ട് ഇറങ്ങി പോരാം, എന്ത് കാര്യത്തിനും ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതിന്റെ ഈ ഒരു 1-ാം വാർഷികത്തിന് ഇത്രയും കളർഫുള്ളായിട്ട് നമ്മുടെ പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ നമ്മുടെ തങ്കമ്മ അമ്മ, നമ്മുടെ സുനിത ചേച്ചി എന്ത് ഭംഗിയായിട്ട് ഒരുങ്ങി വന്നേക്കണേ. തിരുവാതിര അവതരിപ്പിക്കാൻ നമ്മുടെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയോജന ക്ലബ് ഉണ്ട്. ക്ലബില് നമ്മളും അംഗം തന്നെയാണ്. അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരൊക്കെ അതിലും ക്ലബിൽ അംഗമായിരിക്കും. അപ്പൊ നമ്മുടെ തൃപ്പൂണിത്തുറയുടെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് ഈ അത്തം അല്ലെ, ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള അത്തത്തിന്റെ ഒരു പരിപാടിയാണ്. അതിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ ദിവസം നമ്മള് കൂത്തമ്പലത്തിൽ നടത്തുകയുണ്ടായി. അപ്പൊ അതില് നമ്മുടെ ആ ഇനോഗ്രേഷനിൽ ഏറ്റവും ഫസ്റ്റ് നടത്തുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് വയോജനങ്ങളുടെ പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങളിവിടെ ഇത്രയും നല്ലൊരു തിരുവാതിരയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ സത്യമായിട്ട് എന്റെ വാർഡിൽ നിന്ന് ഒരു പ്രോഗ്രാം ഞാൻ അവിടെ അറേഞ്ച് ചെയ്തതായിരുന്നു. എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം 2 യൂണിറ്റിന്റെ തിരുവാതിര ഉണ്ടായി, ഒരു യൂണിറ്റിന്റെ ഒപ്പന ഉണ്ടായി. എന്ത് ഭംഗിയായിട്ടാണ് അവരവിടെ അവതരിപ്പിച്ചത്. ഒപ്പന കാണാൻ സത്യം പറഞ്ഞാൽ പ്രായമുള്ളവര് തന്നെയാണോ കളിക്കണേന്ന് ഞാൻ അന്തം വിട്ട് നിന്ന്. ഇത്രയും ഭംഗിയായിട്ട് അവര് കളിച്ചു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിന് എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. റോസലി ചേച്ചിക്കൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർക്കിലാണ് അവർ കൂടുന്നത്. അപ്പൊ അത് മാറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീടുകളിലും അത് കൂടണം. നമ്മുടെ വയോജന കൂട്ടം ഓരോ വീടുകളിലും കൂടണം. വീടുകളിൽ കൂടുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കൂടാൻ പാടില്ല. ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ തന്നെ ആ വീടിനൊരു ഉണർവ് ഉണ്ടാവുകയാണ്. എപ്പോഴും ഒരു സാധാ നിലയിൽ പോകുന്ന ഒരു ഇതിൽ നിന്നും ഒരു പരിപാടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് നമ്മുടെ വീടുകളൊക്കെ വൃത്തിയാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെയാണ്. വിരുന്നുകാരെ പോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അപ്പോ അതിന് നമ്മുടെ വീടിന് തന്നെ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ വെക്കുമ്പോ തന്നെ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് പോകണം എന്നാണ് എനിക്ക് നമ്മുടെ ദീപം വയോജന കൂട്ടത്തോട് പറയാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ തൃപ്പൂണിത്തുറയുടെ സെക്രട്ടറി പറഞ്ഞ ആ ഒരു വിചാരത്തിലാണ് ഇത് തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ തൃപ്പൂണിത്തുറയുടെ ഓരോ പ്രവർത്തനത്തിന്, അതായത് ഓരോ മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോൾ ഫോക്കസ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മുടെ വയോജനങ്ങളുടെ ഒരു കൂട്ടായ്മ അതിൽ വിളിക്കും. ഓരോ പദ്ധതി നിർവഹണത്തിന് വേണ്ടിയിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുമല്ലോ, ഓരോ വർഷത്തേക്കുള്ള പദ്ധതി നിർവഹണത്തിന്. അതിൽ ഓരോ അസോസിയേഷൻ അംഗങ്ങളുണ്ട്. കുടുംബശ്രീ തലത്തിൽ നിന്ന് ആരെങ്കിലും വിളിക്കും. അതുപോലെ തന്നെ അംഗൻവാടി തലത്തിൽ നിന്നും ആശാവർക്കർമാര് പല സംഘടനകളിൽ നിന്ന് വിളിക്കുന്ന പോലെ തന്നെ വയോജനങ്ങളുടെ അതിൽ നിന്നും ഒരു പ്രതിനിധി അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മുടേതായ നിർദ്ദേശങ്ങളൊക്കെ അതിൽ നമുക്ക് പറയാൻ സാധിക്കും. നല്ലൊരു കൂട്ടായ്മ തന്നെയാണ് വയോജന കുടുംബശ്രീ എന്ന് പറയുന്നതിന്റെ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ വയോജന കൂട്ടായ്മ. അതിന് തൃപ്പൂണിത്തുറ നഗരസഭയുടെ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് വയോജനങ്ങളെ ടൂർ കൊണ്ടുപോകുന്ന ഒരു പദ്ധതി പറഞ്ഞിട്ടേ ഉള്ളൂ, തീരുമാനമൊന്നും ആയിട്ടില്ല. അതുപോലെ പല പദ്ധതികളും നമുക്ക് ഈ വയോജന കൂട്ടായ്മയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ കറക്റ്റ് സമയത്ത് ഞാൻ അറിയുന്ന സമയത്ത് നിങ്ങളിലേക്ക് അത് എത്തിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഈ കൂടുതൽ വിശദീകരണത്തിനായിട്ട് ശരിക്കും പറഞ്ഞാൽ CDS ചെയർപേഴ്സൺ ആണ്. എനിക്ക് കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ ഒരു രക്ഷാധികാരി എന്ന നിലയിൽ മാത്രമേ കുടുംബശ്രീയുടെ പ്രവർത്തനമായിട്ട് ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ കൂടുതൽ അതില് കാരണങ്ങളൊക്കെ വിശദീകരിക്കാനുള്ളത് സുജിതയ്ക്കും നമ്മുടെ രതി ചേച്ചിക്കും തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടുതൽ വിശദീകരണത്തിനായിട്ട് എന്തായാലും അവര് പറയും. ഈ പരിപാടി എന്തായാലും 1-ാം വാർഷികം നമ്മുടെ സഹൃദയ വയോജന കൂട്ടത്തിന്റെ 1-ാം വാർഷികത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആലീസിയെ കാക്കനാട്ടിന് ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ വിജയകുമാർ, നമ്മുടെ വാർഷികം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ സബിത വിജയൻ,
ഇവിടെ എത്തിയില്ലെങ്കിലും അതുതന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന CDS ചെയർപേഴ്സൺ സുജിത സുരേഷ്, ADS ചെയർപേഴ്സൺ ശ്രീമതി രതി വിജയൻ, നമ്മൾ പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട സദസ്സിലെത്തിയ ADS CDS അധികാരികളെ, നമ്മുടെ നന്നപ്പള്ളി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി, ദീപൻ അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി, പ്രിയപ്പെട്ട സഹൃദയ കുടുംബാംഗങ്ങളെ, ബഹുമാന്യരായ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നല്ലൊരു സായാഹ്നം നേരുന്നു. സഹൃദയ സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ പ്രഥമ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ വി സുരേഷിനും ശ്രീമതി സുലയ്ക്കും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും പ്രത്യേകം ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. വളരെ ചെറിയ പരിപാടിയാണെങ്കിൽ പോലും ഈ വാർഷികാഘോഷം ഓരോ അംഗങ്ങൾക്കും അഭിമാനകരമായ ഒരു അവസരം തന്നെയാണ്. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെയും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി എരൂർ ദേശം 45-ാം വാർഡിലുള്ള റിട്ടയറായ സീനിയർ സിറ്റിസൺസ് തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പരസ്പര സഹകരണവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്നതിനായി ഒരു സംഘടന രൂപീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി പൊതുവായ ധാരണയിലെത്തി. അതിനുള്ള പ്രാഥമിക നടപടികൾക്കായി NRA 46-ൽ ശ്രീ KM സെബാസ്റ്റ്യന്റെ ഭവനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട CDS ചെയർപേഴ്സൺ ശ്രീമതി സുജിത സുരേഷിന്റെ അധ്യക്ഷതയിൽ 2024 ജൂലൈ 18-ന് ഒരു യോഗം ചേരുകയുണ്ടായി. CDSൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഇതര വയോജന സംഘടനകളെ പറ്റി CDS അധികാരികൾ വിശദമാക്കുകയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അന്ന് തന്നെ പുതിയ സംഘടന രൂപീകരിക്കുവാൻ തീരുമാനിക്കുകയും അസോസിയേഷന് സഹൃദയ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. തുടർന്ന് പ്രസിഡന്റായ ശ്രീ വി സുരേഷിനെയും സെക്രട്ടറിയായ ശ്രീമതി ആലി സി കാക്കനാടിനെയും കമ്മിറ്റി അംഗങ്ങളായി ശ്രീമതി എലിസബത്ത് ടൈറ്റസ്, ശ്രീ KA വിജയകുമാർ, ശ്രീ CK ബാബു എന്നിവരെയും തിരഞ്ഞെടുത്തു. സഹൃദയ സീനിയർ സിറ്റിസൺ അസോസിയേഷന്റെ പ്രധാന ഉദ്ദേശങ്ങൾ: അംഗങ്ങളുടെ മാനസികവും സാമൂഹികവുമായ ഉന്നമനവും സുസ്ഥിതിയും, പരസ്പര സഹകരണവും സൗഹാർദ്ദവും, വിനോദം, ആരോഗ്യ പരിപാലനം. മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങളോടെ 18 അംഗങ്ങൾ ചേർന്ന് 2024 ജൂലൈ 18-ന് നമ്മുടെ സംഘടന രൂപീകൃതമാവുകയും നിബന്ധനകൾ പാലിച്ച് CDS 176/95 ENST 16 എന്ന നമ്പറിൽ 23/9/2024 സഹൃദയ സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ എന്ന പേരിൽ CDSൽ അഫിലിയേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. ഫോർമാലിറ്റീസ് പൂർത്തിയാക്കുവാനായി സഹകരിക്കുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത CDS ആൻഡ് ADS അധികാരികൾക്ക് അസോസിയേഷൻ നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും ഓരോ അംഗങ്ങൾക്കും അഭിമാനകരം തന്നെയാണ് ഇത്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ: സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. സഹൃദയ സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ SBI എരൂർ ശാഖയിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും അംഗങ്ങളിൽ നിന്നും സ്പെഷ്യൽ ഫണ്ടായി സമാഹരിച്ച തുക നിക്ഷേപിക്കുകയും ചെയ്തു. മന്ത്ലി മീറ്റിംഗ്. ഇതുവരെ 12 മീറ്റിങ്ങുകളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. മുൻ നിശ്ചയപ്രകാരം ഓരോരോ അംഗങ്ങളുടെ ഭവനത്തിൽ അധ്യക്ഷതയിൽ മീറ്റിങ്ങുകൾ ചേരുന്നു. കൃത്യമായ കാര്യപരിപാടികളോടെ നടത്തുന്ന യോഗങ്ങളിൽ അംഗങ്ങളുടെ ജന്മദിനത്തിൽ ആശംസകൾ നേരുകയും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളെ അനുമോദിക്കുകയും കേക്ക് മുറിച്ച് അവരോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. അംഗങ്ങളുടെ കലാപരിപാടികളും ചർച്ചകളും ചായ സൽക്കാരവും ഒക്കെ മീറ്റിങ്ങുകളെ തീർച്ചയായും സജീവമാക്കുന്നുണ്ട്. പരിസര ശുചീകരണം. പരിസര ശുചീകരണം. സംഘടനയുടെ നേതൃത്വത്തിൽ 2 പ്രാവശ്യം ഈ കോളനിയിലെ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത പ്രകടമാക്കിയിട്ടുണ്ട്. CDS പ്രോഗ്രാം പാർട്ടിസിപ്പേഷൻ. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി CDSന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷ പരിപാടികളിലും പഴമ പുതുമ പരിപാടിയിലും നമ്മുടെ അംഗങ്ങൾ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. വിനോദയാത്ര. 2024 നവംബർ 8-ന് കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ നെഫർട്ടിറ്റി എന്ന കൊച്ചു കപ്പലിലുള്ള സഹൃദയ അംഗങ്ങളുടെ യാത്ര തികച്ചും അവിസ്മരണീയമായിരുന്നു. വേമ്പനാട്ട് കായലിലെ കുഞ്ഞോളങ്ങളിലൂടെ ആരംഭിച്ച് സായാഹ്ന കാഴ്ചകൾ കണ്ട് അറബിക്കടലിലെ തിരയിലൂടെ ഊഞ്ഞാലാടി
കടൽക്കാറ്റേറ്റ് ദീപാലംകൃതമായ LNG ടെർമിനലും തുറമുഖവും കൊച്ചി നഗരവും ഒക്കെ കണ്ടുള്ള നെഫർട്ടിറ്റി ക്രൂയിസ് എല്ലാ അംഗങ്ങൾക്കും ഉന്മേഷപ്രദമായിരുന്നു. ഇനിയും ഇത്തരം യാത്രകൾ തുടരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സഹൃദയ സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ച CDS ADS അധികാരികൾക്ക് നന്ദി പറയുന്നു. ഈ ഒരു വർഷക്കാലം നമ്മുടെ സംഘടനയുടെ പ്രവർത്തനത്തിൽ വളരെ സ്നേഹപൂർവ്വം ക്രിയാത്മകമായി പങ്കെടുത്ത ഓരോ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും സർവാത്മന സ്വാഗതം ചെയ്യുന്നു. തുടർന്നും മികവുറ്റ പ്രവർത്തനത്തിനായി സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് സെക്രട്ടറി ആലീസ്. നിന്റെ അറിഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനങ്കമന്ത്രമുണ്ടോ? ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ KV വിജയകുമാർ, ഈ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ സബിത ജയൻ, സ്വാഗതം പറഞ്ഞ CK ബാബു, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീമതി ആലിസി കാക്കനാട്, സെക്രട്ടറി, നമ്മളുടെ CDSൻ്റെ വൈസ് ചെയർപേഴ്സൺ അനില, ADSൻ്റെ ഭാരവാഹികൾ, ഈ അസോസിയേഷൻ്റെ അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. തൃപ്പൂണിത്തുറ CDSനെ സംബന്ധിച്ചിടത്തോളം വയോജന അയൽക്കൂട്ടങ്ങൾ ഒരു 6-7 വയോജന അയൽക്കൂട്ടങ്ങളാണ് നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത്. അനേകം വയോജന അയൽക്കൂട്ടങ്ങൾ നമ്മൾക്ക് ഉണ്ടായതാണ്. നമ്മൾ ഈ അസോസിയേഷൻ ഇവിടെ പറയുമ്പോഴും നമ്മുടെ CDSൽ നമ്മൾ പറയുന്ന വയോജന അയൽക്കൂട്ടം എന്നാണ്. നമ്മുടെ വയോമിത്രം പോലെയുള്ള പരിപാടികൾ നമ്മൾ നഗരസഭയുടെ ഉണ്ടെങ്കിലും നമ്മുടെ CDSലെത്തുമ്പോൾ അത് വയോജന അയൽക്കൂട്ടം എന്നാണ് നമ്മൾ പറയാറ്. നമ്മളത് എനിക്ക് തോന്നുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സാധാരണ നമ്മുടെ CDSൻ്റെ വയോജന അയൽക്കൂട്ടങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ സഹൃദയ സീനിയർ സിറ്റിസൺ അസോസിയേഷൻ്റെ പ്രവർത്തനമെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ എല്ലാ അംഗങ്ങളുടെയും ഇരിപ്പ് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. നമ്മുടെ CDSൻ്റെ വയോജന അയൽക്കൂട്ടം സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു വയോജന അയൽക്കൂട്ടം രൂപീകരിക്കുന്ന വെച്ചാൽ ഞങ്ങളെ രൂപീകരിക്കാൻ പോകുമ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ല പ്രായമായ അമ്മയ്ക്കും അച്ഛന്മാർക്കൊക്കെ ഒന്ന് കുറച്ചു നേരം ഒത്തൊരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് കൂട്ടുകൂടിയിരിക്കാൻ ഒരു 1-2 മണിക്കൂർ, ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വയോജന അയൽക്കൂട്ടം രൂപീകരിക്കുക. അങ്ങനെയാണ് ഞങ്ങൾ പൊതുവെ എനിക്ക് മുമ്പൊക്കെ ഉള്ള അജിതയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാണ് വയോജന അയൽക്കൂട്ടത്തിൻ്റെ രൂപീകരണം. എനിക്ക് തോന്നുന്നത് ഞാൻ രൂപീകരണത്തിൽ വന്നപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഏറെ സന്തോഷം, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ സഹൃദയ കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഇങ്ങനെ ഇവിടെയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഈ അമ്മമാരിയിരിക്കുന്ന ഒരു വയോജന അയൽക്കൂട്ടം, അതുപോലെ തന്നെ ഈ സഹൃദയ കൂട്ടായ്മ, ഇതൊക്കെ നല്ല രീതിയിൽ പോകുന്നതാണ്. ഇത് ഏറെ ബഹുമാനത്തോടെ വാർഡ് 45-ലെ CDS മെമ്പറും അതുപോലെ തന്നെ CDSൻ്റെ ഭാരവാഹികളും ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ്. വളരെ നല്ല രീതിയിൽ പോകുന്ന വേറെ വാർഡുകളിലെ വയോജന അയൽക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇത് പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നതാണ്. എന്നോടിപ്പോൾ കൗൺസിലറും എന്നോട് ഇത് പറയുന്നത് നമ്മളുടെ CDSൻ്റെ കീഴിൽ എങ്ങനെ വയോജന അയൽക്കൂട്ടം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എന്നോട് ചോദിച്ചപ്പോൾ എനിക്കും ഞാനപ്പോൾ നമ്മളിങ്ങനെ പറയുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്, അതിന് മാറ്റമില്ല എനിക്ക്. പക്ഷെ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റും CDSൻ്റെ കീഴിൽ നിന്ന്. വയോജന നമ്മുടെ അയൽക്കൂട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഴ്ചയിൽ അയൽക്കൂട്ടം കൂടുന്നു, മാസം 4 അയൽക്കൂട്ടം കൂടണമെന്ന് നിർബന്ധം പറയും. ത്രിഫ്റ്റ് ഇടണമെന്ന് പറയും, ത്രിഫ്റ്റിൻ്റെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അടക്കണമെന്ന് പറയും. കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നമ്മളിങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതനുസരിച്ചാണ് അയൽക്കൂട്ടങ്ങളുടെ പ്രവർത്തനം പോകുന്നത്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടാണ് നമ്മൾ അയൽക്കൂട്ടങ്ങളായാൽ പോലും ബാലസഭകളായാൽ പോലും സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങളുണ്ട്. നമ്മൾക്ക് അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൃപ്തി ഇടണമെന്ന് നിർബന്ധമില്ല. അതായത് ആഴ്ചയിൽ അയൽക്കൂട്ടങ്ങൾ എല്ലാ ആഴ്ചയും കൂടണമെന്നില്ല, മാസത്തിലൊരിക്കലാണെങ്കിലും നിങ്ങളൊന്ന് കൂടിയിരിക്കുക, സംസാരിക്കുക, അതിൻ്റെ ഒരു മേൽനോട്ടം കൊടുക്കണം. CDSൻ്റെ ഭാരവാഹികളുണ്ടെങ്കിൽ അവരാരെങ്കിലും ഒരു മേൽനോട്ടം കൊടുത്തുകൊണ്ട് അവർ കുറച്ചേരം അവിടെ കൂടെ പോയിരുന്നുകൊണ്ട്
പ്രവർത്തിക്കുന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതനുസരിച്ച് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഈ ADS-ന്റെ കീഴിലുള്ള ഈ വയോജന അയൽക്കൂട്ടം കൂടുമ്പോൾ CDS-ന്റെ മെമ്പറാണെങ്കിലും രതിയാണെങ്കിലും അടക്കം പറയണ കേൾക്കാം, ഇങ്ങനെ വയോജന അയൽക്കൂട്ടാണ്, എനിക്ക് അവിടെ പോകണം എന്ന് പറയണ കേൾക്കാം. അന്നങ്ങനെ ഇരുന്ന് കൂടുന്നതാണ് പതിവ് തോന്നുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നുണ്ട്. നമ്മുടെ ഇപ്പൊ തൃപ്പൂണിത്തുറ CDS-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ചലന മെന്റർഷിപ്പ് എന്ന് പറഞ്ഞൊരു വലിയൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും, ഞാനും CDS ഭാരവാഹികൾ ഉൾപ്പെടെ ADS-ന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് എത്രയുണ്ടായോ അതിന്റെ 4 ഇരട്ടിയോ അതിൽ കൂടുതലോ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങളിങ്ങനെ ഇട്ടോട്ട് ഓടുകയാണ്. അതായത് നമ്മുടെ സംസ്ഥാന മിഷന്റെ ഒരു നിർദ്ദേശപ്രകാരം CDS-ന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു മെന്ററെ തന്നിട്ട് ആ മെന്റർ ആണ് ഞങ്ങൾക്ക് ഇങ്ങനെ ട്രെയിനിങ്ങുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഞാനും വൈസ് ചെയർപേഴ്സണും വരാൻ ഇത്രയും ലേറ്റ് ആയതും അതുകൊണ്ട് തന്നെയാണ്. ADS-ന്റെ ഭാരവാഹികൾക്കുള്ള ട്രെയിനിങ് നടക്കുന്നു. ആ ട്രെയിനിങ് സംസ്ഥാന മിഷനിൽ നിന്ന് 2 ട്രെയിനേഴ്സിനെ വിട്ടുന്ന ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിന്റെ 2 ദിവസത്തെ സമാപന സമ്മേളനമാണ് ഞങ്ങൾക്ക് അവിടെ എത്തിപ്പെടേണ്ടി വന്നു. തൃപ്പൂണിത്തുറ വലിയ തറയിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇത്രയും ഞാൻ CDS-ന്റെ ചലനത്തിന്റെ കാര്യം വ്യക്തമായിട്ട് ഇപ്പൊ ഈ കൂട്ടായ്മയോട് പറയാൻ കാരണം, ഒരു വാക്ക് പറഞ്ഞിട്ട് CDS-നകത്ത് ഇതുവരെ വയോജന നമ്മള് ഓക്സിലറി കുട്ടികളും നമ്മുടെ ഈ അച്ഛന്മാരെയൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് പോയി കൊള്ളി കൂടിയിരുന്നു. അവിടെ ഒരു വലിയൊരു വാഗ്ദാനം കൊടുത്തിട്ട് അത് നിറവേറ്റാൻ കഴിയാതെ തലകുരിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ CDS. എങ്കിലും ഞാൻ വിളിച്ചപ്പോഴും വാർഷികത്തിന്റെ കാര്യം വിളിച്ചപ്പോഴും ഞാൻ ഇവിടെ വന്നിവിടെ ഞാനിങ്ങനെ നിന്നതും നിങ്ങളോട് കൂടി ഇത് ഞാൻ അറിയിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞതാണ്, നമ്മൾക്ക് ഈ പരിപാടികൾ നമ്മൾ അന്ന് ഈ പരിപാടി നമ്മൾ ഉറപ്പ് തരുമ്പോൾ, മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെ നമ്മൾക്കത് ഉറപ്പ് തരുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ചലന മെന്റർഷിപ്പ് എന്നൊരു ക്യാമ്പയിൻ നമ്മൾക്ക് വന്ന് പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ പരിപാടികളൊക്കെ സെറ്റാക്കാൻ വേണ്ടി ബാങ്കുകളിൽ നിന്ന് നമ്മൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരുമാതിരി സെറ്റായി വരുന്ന സമയത്താണ് നമ്മൾക്ക് ഈ ചലനം നമ്മളുടെ CDS-ൽ നമ്മൾക്ക് എറണാകുളം ജില്ലയിൽ തന്നെ ആകെ 2 CDS-നുള്ളത്. അതിലൊന്ന് നമ്മൾ പറഞ്ഞ് കളമശ്ശേരിയാണ്. അതിന്റെ പാച്ചിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് CDS-ന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഞങ്ങൾക്ക് 2 കമ്മിറ്റികൾക്ക് ഉൾപ്പെടെ 3 ദിവസം ഏറ്റുമാനൂർ CDS അതിന്റെ ഭാഗമായിട്ട് ഇവർക്കുള്ള ട്രെയിനിങ്ങുകൾ, മൊത്തം ട്രെയിനിങ്ങുകളും കാര്യങ്ങളുമാണ്. അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവേണ്ടി വരുന്നു അയൽക്കൂട്ടം. അപ്പൊ ഇതിന്റെയൊക്കെ തിരക്കായതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ മാറ്റി വെക്കേണ്ടി വന്നത്. കൂടാതെ ഞങ്ങൾക്ക് കണ്ടു കാണുമല്ലോ, അന്ന് വന്നവർ അറിയാൻ പറ്റും. അന്നത്തെ ഞങ്ങളുടെ മെമ്പർ സെക്രട്ടറി ഇപ്പം ട്രാൻസ്ഫർ ആയിരിക്കുവാണ് കൊച്ചി കോർപ്പറേഷനിലോട്ട്. സാറിന് ട്രാൻസ്ഫർ ആണ്. സാറ് തിങ്കളാഴ്ച മുതൽ അവിടെ ജോയിൻ ചെയ്യുവാണ്. പക്ഷെ എങ്കിലിരുന്നാൽ പോലും സാറ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചപ്പോഴേക്കും സാറ് പറഞ്ഞു എന്നാ പോണേന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ തിങ്കളാഴ്ച പോകുന്നു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത് നമ്മൾ അന്ന് പറഞ്ഞ വാക്ക് നിറവേറ്റി കൊടുക്കണം, നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ സുജിതേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്നാണോ പോകുന്നത് അന്നും സാറും എന്നെയും വിളിക്കണം. ഞാൻ നിർബന്ധമായിട്ട് വരും, ഞാൻ കൊടുത്ത വാക്കാണ്. അപ്പൊ നിങ്ങൾ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് എന്നെ കൂടി വിളിക്കണം. നമ്മൾക്കപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും അന്ന് പറഞ്ഞ ആ വാക്കിന് മാറ്റമില്ല. നമ്മളുടെ ഇപ്പൊ ഞങ്ങളുടെ ട്രെയിനിങ് ഒരു 10-12 ദിവസത്തെ ട്രെയിനിങ് ആണ്. അതും കൂടി കഴിഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു പരിപാടി ഉണ്ട്. അതും കൂടി കുറച്ചൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ എന്തായാലും നമ്മൾ ഈ മഴയുടെ ഒരു ഇതൊക്കെ കൊണ്ടാണ്. അത് കഴിഞ്ഞ് എന്തായാലും അമ്മയെ ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കും. ഞങ്ങൾ അമ്മയും അച്ഛന്മാരെയൊക്കെ കൊണ്ട് ഞങ്ങൾ എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ അതിന് മാറ്റമില്ല. പിന്നെ പ്രവർത്തനം ഇത്ര ഗംഭീരമായിട്ട് നടന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതുകൂടാതെ എനിക്ക് തോന്നുന്നതാണ് എനിക്കൊരു കാര്യം നല്ല രീതിയിൽ പറയാനുള്ളത്. ഞാൻ ADS-നെയും കൂടി CDS മെമ്പർമാരെയും CDS-ന്റെ കമ്മിറ്റികൾ എത്തിക്കൊണ്ട് പറയുന്നത്, നമ്മൾ ഈ വയോജന അയൽക്കൂട്ടങ്ങൾ കൂടുന്ന സമയത്ത് നമ്മുടെ ഈ കൂട്ടായ്മ കമ്പനികളൊക്കെ ആയിക്കോട്ടെ ഏത് വയോജനങ്ങൾക്ക് കൂടുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെന്ന് കഴിഞ്ഞാലും അവർക്ക് എനിക്ക് തോന്നുന്നുണ്ട് പ്രായമായ ആൾക്കാരാണ്. ചിലപ്പോൾ അവർക്ക് ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നിങ്ങൾ ADS-ന്റെ കീഴെ അതും കൂടി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം. മാസമായിരിക്കും ചിലപ്പോൾ കൂടുന്നത്. ഷുഗറോ പ്രഷറോ ഒക്കെ നോക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ADS-ന്റെ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ഇവർ കൂടുന്ന സമയത്ത് ചെല്ലുക. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും വലുതായുള്ള കൗൺസിലർ നമ്മുടെ കൂടെ ഉണ്ട്, ആശാ കൗൺസിലർ ആശാവർക്കറും കൂടെയാണ്. അതൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കാം. അതുകൂടാതെ പിന്നെ എനിക്കല്ലാതെ ഉള്ളത് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഈ ഹൃദയ കൂട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അറിയാത്തോണ്ട് അറിയില്ല, ഞാൻ ഇങ്ങനെ പറയുവാണ്. ഇപ്പൊ കൂടുന്ന സമയത്ത് ഇപ്പൊ എല്ലാവരും എനിക്കൊന്ന് റിട്ടയർഡായി ആ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്നവരാണ് എല്ലാവരും. എന്തെങ്കിലും ഇങ്ങനെ കൂടുന്ന സമയത്ത് ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഈ കൂട്ടായ്മ കൂടിയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ
ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ സ്വയമായിട്ട് തൊഴിലുകൾ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ടൈം പാസിനായിക്കോട്ടെ, ഇപ്പം അല്ലെങ്കിൽ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായം CDSന്റെ കീഴിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, അതും ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ്. അത് എന്താണെന്നുള്ളത് കൂടിയിരുന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തെങ്കിലും സഹായം ഞങ്ങൾ ചെയ്തു തരാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്തു തരും. അത് തീരുമാനിക്കാം. കൂടിയിരുന്നിട്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ CDSന്റെ കീഴിൽ നിന്ന് അതിന് ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണ്. അപ്പം അതുപോലെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും സജഷൻ ഇപ്പോഴും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണമെങ്കിൽ അത് ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അപ്പൊ പറയാം. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ട് ഇനി പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനുള്ളത് എന്തെങ്കിലും പറയാം. എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പ്രധാനമായിട്ടും ഞാൻ വന്നത് നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ, അതും അറിയിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ രതിയൊക്കെ പറയുമ്പോൾ എനിക്ക് എപ്പോഴും പറയും ചിരിതേ ഇപ്പോൾ നിൽക്കുവാണത് ആ ഒരു വാക്ക്. അപ്പൊ അതെന്തായാലും നമ്മൾ പാലിക്കും, അതിന് മാറ്റില്ല. ഞങ്ങൾ എന്തായാലും ഡിസംബർ വരെ അതിന് മുമ്പേ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടാണ് ഞങ്ങൾ എന്തായാലും ഈ ചാർജ് ഒഴിയുള്ളൂ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും ഏറെ സന്തോഷം ഇങ്ങനെ ഒരു ഇതിൽ വരാൻ കഴിഞ്ഞത്. ഞാൻ എനിക്ക് തോന്നുന്നു ഈ 4.5 വർഷക്കാലം ആവുന്നു CDSന്റെ ചെയർപേഴ്സണായിട്ട്. ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു അൽഡാസിന്റെ കൂട്ടായ്മയിൽ ഞാനിങ്ങനെ പങ്കെടുക്കണം. അതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കുവാണ്. നന്ദി, നമസ്കാരം. ആശംസകളാണ്. പുണശ്ശേരി ADS ചെയർപേഴ്സൺ ശ്രീമതി രതി വിനയനെ ക്ഷണിച്ചു. ഇന്നത്തെ യോഗത്തിന്റെ പ്രസിഡന്റ് വിജയൻ ചേട്ടൻ, സെക്രട്ടറി ആലിസി ചേച്ചി, ഉദ്ഘാടക നമ്മുടെ വാർഡ് കൗൺസിലർ സബിത ജയൻ, ആശംസ അറിയിക്കാനെത്തിയ CDS ചെയർപേഴ്സൺ സുജിത സുരേഷ്, NRA 2 സോമചേട്ടന്മാർക്കും, ദീപം അയൽക്കൂട്ടത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി ADS വൈസ് ചെയർപേഴ്സൺ ആജിത ചേച്ചി, CDS വൈസ് ചെയർപേഴ്സൺ അനില രാജേഷ്, ADS സെക്രട്ടറി ഷാൽബി മനോജ്, കൃതജ്ഞത അർപ്പിക്കാനെത്തിയ ടൈറ്റസ് വർഗീസ് ചേട്ടൻ, സ്വാഗതം പറഞ്ഞ ബാബുച്ചേട്ടൻ, ബാക്കി സഹൃദയല്ല എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇതിപ്പോൾ 1ാമത്തെ വാർഷികമാണ്. ഇതിന് മുന്നേ ആഘോഷിക്കാമായിരുന്നു. കാരണം ആലിസേച്ചനെ അറിയിച്ചിട്ട് കുറച്ച് നാളായിരുന്നു. പക്ഷെ ഞാനത് ഒന്നും ശ്രദ്ധ അങ്ങോട്ട് പോയില്ല. ഞാൻ എല്ലാ ആഴ്ചയിലും ദീപം വഴികൂടത്തിൽ പോവായിരുന്നു. അപ്പം അങ്ങനെ ആലിസേച്ചിയും സെബാസ്റ്റ്യനായിട്ടും നടക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കാണ് ഞങ്ങൾ തമ്മിൽ കണ്ട് ഇങ്ങനെ ഒരു ദിവസം ആ ചേച്ചി ചോദിച്ചപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ എന്നോട് അറിയിച്ചായിരുന്നു. ഞങ്ങൾക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടണമെന്ന് അറിയിച്ചായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CDSൽ ചെയർപേഴ്സണെ അറിയിച്ചിട്ട് ഞങ്ങൾ അതിനെ രൂപീകരിക്കാനായിട്ട് വന്നത്. അതിപ്പോൾ 1 വർഷമായി. അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഞാൻ. കാരണം ഇത്രയും നല്ലൊരു കൂട്ടായ്മ ഇപ്പൊ 2 മീറ്റിങ്ങിൽ, ഇപ്പൊ ഇത് 3ാമത്തെ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഓരോ തിരക്കും കാരണം കൊണ്ട് എനിക്ക് മാസത്തിൽ 1 തവണയാണ്. ആലിസേച്ചനെ വിളിക്കാറുണ്ട്, പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ പറ്റണില്ല. പറ്റാവുന്നത്ര ഞാൻ 3ാമത്തെ മീറ്റിംഗ് ആണ് അല്ലേ, ഇതിൽ 3ാമത്തേതാണ് എത്തിയേക്കണത്. അപ്പൊ നല്ലപോലെ സഹൃദയ കൂട്ടായ്മ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ടൂർ കൊണ്ടുപോകണ കാര്യമൊക്കെ ഇപ്പൊ CDS ചെയർപേഴ്സൺ പറഞ്ഞല്ലോ, പറയാനുള്ള കാര്യങ്ങളൊക്കെ CDS ചെയർപേഴ്സൺ പറഞ്ഞ്. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ പറയട്ടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ ഒരു 2 പേരോടല്ലാണ്ട് കൂടുതൽ സംസാരിക്കാനായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നിങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത് നമ്മുടെ മമ്മിയാണ്, മിനി ആൻറ്റിയുടെ മമ്മി. കാരണം എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ അയൽക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ മമ്മി വില്ലേജ് വോളണ്ടിയർ ആയിരുന്നു. അങ്ങനെ മമ്മി തുടരെ വന്ന് എപ്പോഴും പറയുമ്പോൾ മമ്മി വന്നെ കാണുമ്പോൾ ഞാൻ ഓടി അകത്ത് കയറും. കാരണം എനിക്ക് ഇതിന് പറ്റില്ല എന്നുള്ള ഒരു ഉറപ്പായിരുന്നു. പക്ഷെ മമ്മി ഞങ്ങളെ വിടാതെ പിന്തുടർന്നു. അങ്ങനെ ഒരു ദിവസം ഓടിച്ചിട്ട് പിടിച്ച് മമ്മിയുടെ മുമ്പിൽ ഞാൻ വന്ന് പെട്ടുപോയി. അങ്ങനെ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ ഒരു അയൽക്കൂട്ടം രൂപീകരിച്ചാൽ ഞങ്ങളൊരു 10 വർഷമായിട്ട് ഞങ്ങൾ അതിൽ തുടർന്നു. പിന്നെ മമ്മിക്ക് വയ്യാണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അയൽക്കൂട്ടത്തിൽ നിന്നൊക്കെ വിട്ട് ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പൊ 11-12 വർഷം ഞങ്ങൾ ഈ അയൽക്കൂട്ടം കൊണ്ടുപോയിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാനായിട്ട് അവസരം കൂടുതൽ ഉണ്ടാക്കി തന്നത് മമ്മിയാണ്. മമ്മിയോട് അത് ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അപ്പൊ നല്ല രീതിയിൽ സഹൃദയ കൂട്ടായ്മ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ആശംസ
പറയുന്നതിലേക്കായി. ഞങ്ങൾ 9 കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. 100 കണക്കിന് കുടുംബങ്ങളുടെ കൂട്ടായ്മയുടെ സാരഥിയായ എന്നെ നന്നപ്പള്ളി റെസിഡൻഷ്യൽ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ EM സോമനെ ക്ഷണിക്കണം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വിജയൻ സാറ്, സെക്രട്ടറി ആലിസ് മാഡം, ഉദ്ഘാടക നമ്മുടെ മെമ്പർ സബിത ജയൻ, പിന്നെ CDS ചെയർപേഴ്സൺ, അവർക്കെല്ലാവർക്കും രതിവിനെ അവർക്കെല്ലാവർക്കും ഗുരുജനങ്ങളെ, ഈ പേര് തന്നെ സഹൃദയ കണ്ടുപിടിച്ചവർക്ക് ഞാൻ ആദ്യമേ ഒരു അപ്രിസിയേഷൻ പറയുന്നു. പിന്നെ ഈ സംഘടനയ്ക്ക് 1 വർഷം 1 ദിവസമായിട്ടുള്ളെങ്കിലും ഇതിന്റെ അംഗങ്ങൾ ഇത് നയിക്കപ്പെടുന്നതും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ആ അനുഭവ പരിചയവും മറ്റ് കാര്യങ്ങളും എല്ലാം മുൻനിർത്തി വളരെ ശ്രേഷ്ഠമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു കടലാസ് സംഘടന എന്നതിലും അപ്പുറം എന്തെങ്കിലും പ്രവർത്തിക്കുക. കാരണം നമുക്കിവിടെ വളരെയധികം സംഘടനകളുണ്ട്, പക്ഷേ പലതും പേപ്പർ സംഘടനകളാണ്. പേരിനൊരു ഒരു ആരംഭിച്ചെടുക്കും. ഈ സംഘടന സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ബാലാരക്ഷരം കഴിഞ്ഞു എന്ന് വേണം പറയാം. കാരണം 1 വർഷം 1 ദിവസമായി സംഘടനയ്ക്ക് അത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് 1 വർഷം, മരിച്ചു കഴിഞ്ഞാൽ അതൊരു ദിവസമാണെന്ന് പറയുന്നത്. അപ്പൊ അളവ് പോലെ വ്യത്യാസം, ഓരോ കാര്യങ്ങളും നമ്മൾ. അപ്പൊ ഈ ഒരു സംഘടന 1 കൊല്ലം 1 ദിവസമായി, ഇനിയും മുന്നോട്ട് അവർ പോവുകയും ചെയ്യും, യാതൊരു സംശയമില്ല. കാരണം എനിക്കറിയാവുന്ന എന്ന് വെച്ചാൽ ഇത് നന്നപ്പള്ളി എന്ന പേരിന്റെ സംഘടനയിലെ മെമ്പർമാരും കമ്മിറ്റിക്കാരും ആയിട്ട് വളരെ ഉഷാറായിട്ട് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം പേരും. പ്രത്യേകിച്ച് ഇപ്പം സെക്രട്ടറിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ, അതായത് ഒരു 4 നൂറ്റാണ്ട് മുമ്പ് 20-ാം നൂറ്റാണ്ടിൽ ഞാനിവിടെ സ്ഥലം മേടിച്ച് അന്ന് ഞാൻ വീട് വച്ചിട്ടില്ല. കാരണം വീടുണ്ടായിരുന്നു, പക്ഷെ താമസിക്കാൻ യോഗ്യമായിരുന്നില്ല. അന്ന് കയറി താമസം നടത്തി അഡ്വാൻസ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ് കിടന്നത്. അന്ന് ഞാനിവിടെ ഒരു റെസിഡന്റ് അല്ലാഞ്ഞിട്ട് പോലും പരിചയത്തിന്റെ പുറത്തിൽ എന്നെ സ്വാമിയെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഇത്രയും വർഷം ഞാനിവിടെ കടന്നു പോകുമ്പോൾ നമുക്ക് സംഘടനയെക്കാളും ഏറ്റവും വലിയതാണല്ലോ നമുക്ക് നമ്മുടെ കുടുംബം. ആ കുടുംബത്തിന് കിട്ടുന്ന താങ്ങും തണലും സപ്പോർട്ട്. സത്യത്തില് എനിക്കൊരു ആക്സിഡന്റ്, ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായപ്പോ എന്റെ വൈഫ് ആദ്യം വിളിച്ചത് സബാഷ് സാറിനെ. അദ്ദേഹം വളരെ വേണ്ട പോലെ തന്നെ അത് കൈകാര്യം ചെയ്യുന്നു. ഞാനന്ന് ഏതാണ്ട് അബോധാവസ്ഥയിൽ മെഡിക്കൽ പ്രശ്നമായിരുന്നു, സെൻട്രലായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ സംഘടനകൾ പരസ്പരം, സംഘടനകളും ഒക്കെ ഉണ്ടാവും, പക്ഷെ ആ ഹൃദയത്തിന്റെ ഐക്യം, നമ്മൾ അയൽവാസിയാണ് എന്ന്. ഇപ്പൊ തന്നെ രാജുചേട്ടനും വൈഫും അതുപോലെ തന്നെ വിജയവർദ്ധനും എല്ലാവരും ഞാൻ ഈ ജില്ലക്കാരനല്ല, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വന്നവനാണ്. പക്ഷെ എനിക്കിന്ന് എന്റെ അച്ഛനെ അമ്മയെക്കാളും വലുത് ഈ കണ്ണു തിരുമ്പിയാൽ ഞാൻ കാണുന്ന അയൽവാസികളാണ്. കാര്യം പ്രായോഗിക തലത്തിൽ അതാണ്. കാരണം മനുഷ്യൻ സമൂഹ ജീവിയാണ്. അവരെന്നും ഒറ്റപ്പെട്ടവന് ബ്രെഡ് ആൻഡ് വാട്ടർ കൊണ്ട് അവനൊരിക്കലും തൃപ്തനാവില്ല. അവന് സമൂഹം വേണം, അവന് മറ്റാൾക്കാരുമായിട്ട് സംസർഗം നടത്തണം, അവനെ അംഗീകരിക്കണം, അവന്റെ കഴിവുകളെ മറ്റുള്ളവർ കണ്ടറിയണം, പ്രോത്സാഹിപ്പിക്കണം, എങ്കിലേ അവൻ തൃപ്തനാകും. അല്ലാണ്ട് വെറുതെ ഭക്ഷണം കഴിച്ച് അങ്ങനെ നടന്നാൽ മാത്രം ഒരിക്കലും ഒരു മനുഷ്യൻ പൂർണ്ണനാവില്ല. പിന്നെ ഏറ്റവും എനിക്ക് പറയാൻ, ഞാൻ ഒറ്റ വാക്ക് മാത്രമേ പറയാനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തില് തീർച്ചയായിട്ടും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രാരബ്ധങ്ങളും ഉണ്ടാവും, പക്ഷേ അതുപോലെ തന്നെ നെഗറ്റീവ് ഇൻസിഡൻസുകളും ഉണ്ടാവും. കഴിയുമെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം എല്ലാം ഒരു പോസിറ്റീവായിട്ട് വെക്കുക. എപ്പോഴും നമ്മൾ എത്ര കൊല്ലം ജീവിച്ചിരുന്നു എന്നുള്ളത് പ്രശ്നമേ അല്ല, അതൊന്നും നമ്മുടെ കയ്യിലല്ല. അപ്പൊ ജീവിക്കുന്നിടത്തുള്ള ഫലം ഹാപ്പിയായിട്ട് ജീവിക്കുക. അതിനകത്ത് നമ്മളെ അൺഹാപ്പിയാക്കുന്ന ഒരു സംഭവങ്ങൾ പോലും നമ്മൾ തിരഞ്ഞെടുക്കരുത്. നമ്മളെപ്പോഴും പോസിറ്റീവ് ആകാൻ നോക്കുക. എപ്പോഴും നടക്കുകയില്ല, കാര്യം നമ്മൾ പലപ്പോഴും വികാരത്തിനും വൈകാരിക പ്രശ്നങ്ങൾക്കും അടിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. പക്ഷേ എപ്പോഴും നമ്മൾ ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഇത്തിരി കഷ്ടപ്പാടുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും.
നമ്മളെ വിമർശിക്കുന്നവരെ കൊണ്ട് നമ്മളെ കൈയടിപ്പിക്കുക, അതിലാണ് വിജയം നമുക്കിരിക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോ നവഗ്രഹങ്ങൾ 9 പേരെന്നാണ്. നവഗ്രഹങ്ങള് ഈ സൗരയൂഥം വേറെ നവഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതിനപ്പുറം വലിയൊരു സൗരയൂഥമുണ്ട്. ആ സൗരയൂഥത്തിൽ നിങ്ങൾ ഈ നവഗ്രഹങ്ങൾ വളരെ തിളങ്ങി നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സംഘടനയ്ക്ക് എല്ലാ ഭാവങ്ങളും ഞങ്ങളുടെ എപ്പോഴും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. കാരണം ഞങ്ങളിൽ നിന്ന് ഞങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങളും. ഞങ്ങൾ അത്രയും വലിയ അടുപ്പവും ഒക്കെ ഉള്ളവരാണ്. തിരിച്ച് ഞങ്ങൾക്കും അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് കിട്ടും എന്ന് ഞാൻ സ്വാർത്ഥതയോടുകൂടി പറയുക. ഓക്കെ, എല്ലാവർക്കും നന്ദി. അടുത്തതായി നമ്മുടെ സഹോദര സംഘടന ദീപം അയൽക്കൂട്ടം ഗ്രൂപ്പിൽ EP ശാരദയെ ക്ഷണിക്കുന്നു ആശംസ പ്രസംഗത്തിന്. എല്ലാ അധ്യക്ഷനും എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എല്ലാവരുടെയും പേരറിയില്ലാത്ത കാരണമാണ് ഞാൻ എല്ലാവരെയും പറയുന്നത്. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന വയോജനങ്ങളുടെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്കിങ്ങനെ പ്രസംഗിക്കാനൊന്നും അധികം അറിയില്ല. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇതിൽ വന്ന് ഇത്രയൊക്കെ പറയുന്നത്. എനിക്കധികമൊന്നും പറയാനില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ വിനയമായ നമസ്കാരം. ആശംസക്കായി ക്ഷണിക്കുന്നു. നമ്മുടെ അധ്യക്ഷൻ വിജയമാരേട്ടൻ, നമ്മുടെ ഉദ്ഘാടക സവിത ജയൻ, നമ്മുടെ CDS ചെയർപേഴ്സൺ സുജിത, നമ്മുടെ ADS രതി വിനയൻ, നമ്മുടെ സെക്രട്ടറി ആലിസ് ചേച്ചി, CDS വൈസ് ചെയർപേഴ്സൺ അനില, ADS സെക്രട്ടറി ഷാൽബി, നമ്മുടെ ദീപ അയൽക്കൂട്ടത്തിലെ ശാരദ ചേച്ചി, റോസലി ചേച്ചി, ചില സമയം പേരിങ്ങോട്ട് വരികയില്ല. നമ്മുടെ നന്ദപ്പള്ളി റെസിഡൻസിൻ്റെ കരുത്തന്മാരായ 2 സോമൻ ചേട്ടന്മാർ, ഒന്ന് EN സോമനും ഒന്ന് PL സോമനും, 2 എല്ല് ചേർന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എന്നും കാണുന്ന മുഖങ്ങളാണ് എൻ്റെ എല്ലാ കൂട്ടുകാരും. എന്നെ എല്ലാവർക്കും അറിയാം, നിങ്ങളെ എനിക്കും അറിയാം. ഇപ്പം എല്ലാവർക്കും, ഞാൻ ആരെയും വിട്ടുപോയോന്ന് അറിയില്ല, എല്ലാവർക്കും ഒരുപോലെ ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ആലീസ് ചേച്ചിയും സെബാസ്റ്റ്യൻ ചേട്ടനും ഇങ്ങനെ ഒരു സഹൃദയ അയൽക്കൂട്ടം രൂപീകരിക്കണം എന്ന് പറയുന്നതിന് മുമ്പേ അവരുടെ മനസ്സിൽ ഒരു അയൽക്കൂട്ടം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. കാരണം നേരത്തെ 2 അയൽക്കൂട്ടങ്ങൾ, 2 വയോജന അയൽക്കൂട്ടങ്ങൾ നമ്മൾ നന്ദപ്പള്ളി പാർക്കിൽ ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ 2 പേരും നടക്കാനാണ് ഇറങ്ങുന്നത്. സായാഹ്ന സവാരിക്ക് ഇറങ്ങുമ്പോൾ എല്ലാ ദിവസവും ഞാൻ കാണും, ഞാൻ മിക്കവാറും ഇവരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും എനിക്കറിയാം ഇവരിങ്ങനെ എന്തെങ്കിലും ഒന്ന് എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരെണ്ണം ഞങ്ങൾക്ക് രൂപീകരിച്ചാലോ എന്നുള്ളത്. പക്ഷെ അത് പെട്ടെന്ന് അവർ പ്രാവർത്തിയാക്കിയെടുത്തു. അവർക്ക് ഈ 1 വർഷത്തിൻ്റെ ഇടയിൽ അവരെനിക്ക് തോന്നുന്നു വളരെയധികം സന്തോഷിച്ച ദിനങ്ങൾ കടന്നുപോയിട്ടുണ്ട്. നമ്മളോട് അതൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഇവർക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അതിന് CDSൻ്റെ ഭാഗത്തുനിന്നവർ ഉറപ്പ് പറഞ്ഞു. ഞങ്ങളെ ADSൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ ഭരണസമിതിയിൽ ഇല്ലെങ്കിലും ഞങ്ങളാലാവുന്ന എന്ത് സഹായം ആവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.